മണലി പുലിച്ചക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകളെ തുടർന്ന് ബിംബശുദ്ധി ശുദ്ധ്യാദി ക്രിയകളും വൈകിട്ട് നാമസങ്കീർത്തന പ്രദക്ഷിണം, നിറമാല, ചുറ്റുവിളക്ക്, ആചാര്യവരണം, മുളയിടൽ, കൊടിക്കൂറ പൂജിക്കൽ എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തിരുവുത്സവത്തിന് കൊടിയേറിയത്. തുടർന്ന് അത്താഴപൂജ, ശ്രീഭൂതബലിക്ക് തിടമ്പെഴുന്നള്ളിച്ച് ശ്രീഭൂതബലി, കാഴ്ചപ്പറ എന്നിവ നടന്നു. മേളത്തിന്റെയും ആനയുടെയും അകമ്പടിയോടെ തിടമ്പ് തിരികെ എഴുന്നള്ളിച്ചു. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണിത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. കൊടിയേറ്റത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും ശീവേലി, ശ്രീഭൂതബലി, വിളക്കാചാരം, വിളക്കെഴുന്നള്ളിപ്പ്, ഉത്സവബലി, വലിയ വിളക്ക്, പള്ളിവേട്ട എന്നീ കർമ്മങ്ങളുമുണ്ടാകും. 7-ാം ദിവസം തിരുവുത്സവത്തിന്റെ പ്രധാന ചടങ്ങായ തിരു ആറാട്ട് നടക്കും. രാവിലെ 6-ന് പള്ളിയുണർത്തൽ, പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ശ്രീലകത്തേക്ക് പ്രവേശിക്കൽ, യാത്രാ ബലിയോടുകൂടി ആറാട്ടിനെഴുന്നള്ളിക്കൽ, വൈകിട്ട് 5-ന് ചിറനെല്ലൂർ കൂമ്പുഴ വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ആറാട്ടുകടവിൽ പൂജാകർമ്മങ്ങൾക്ക് ശേഷം ആറാട്ട് നടത്തി ദീപാരാധനയ്ക്ക് ശേഷം തിരിച്ചെഴുന്നള്ളിക്കും. ഉത്സവ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്കായി അന്നദാനമൊരുക്കും. നടക്കൽപ്പറ സ്വീകരണത്തിനു ശേഷം കലശാഭിഷേകം, പട്ടും താലിയും ചാർത്തൽ, അത്താഴപൂജ, ശ്രീഭൂതബലി, അന്നദാനം എന്നിവയ്ക്ക് ശേഷം ഉത്സവാചാരങ്ങൾക്ക് സമാപനമാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി വരവൂർ പുതുമന കാർത്തിക എമ്പ്രാന്തിരിയും, ഉത്സവ ചടങ്ങുകൾക്ക് തായങ്കാവ് ദേവസ്വം ഓഫീസർ PV ഹരിശങ്കർ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ തുടങ്ങിയവരും നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി.